ഹലോ എവ്രി വൺ, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതൊരു അടിപൊളിയായിട്ടുള്ള ചിക്കൻ പെരട്ടാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടാലോ? വീഡിയോയിലേക്ക് പോവാം. അതിനായിട്ട് നമ്മൾ 2 ഉള്ളിയും ഒരു ഉള്ളിയുടെ പകുതിയും കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. 2 തക്കാളി, ഒരു പിടി വെളുത്തുള്ളിയും അതേപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ രണ്ടും കൂടെ ചതച്ച് വെച്ചതാണ്. ഇനി അതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില. ഇനി നമുക്ക് ഇവിടെ എടുക്കുന്നത് ബോൺലെസ് ചിക്കനാണ്, എല്ലില്ലാത്ത പീസുകൾ മാത്രം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞളും മുളകും ആവശ്യത്തിന് ഉപ്പും കൂടെ കൂട്ടി തിരുമ്മി വെച്ചതാണ്. ഇതിനി ഒരു കുക്കറിലേക്ക് ഇട്ടിട്ട് നമുക്ക് നന്നായി വേവിച്ചെടുക്കാം. ഇനി ഒരു ചട്ടിയിലേക്ക് നമുക്ക് ഈ ഉള്ളിയൊക്കെ ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായി ചൂടായി വരുന്ന ചട്ടിയിലേക്ക് ഇടുക. അപ്പം ഈ ഉള്ളിയിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റി കിട്ടാനാണ്. എന്നിട്ട് വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് വെളിച്ചെണ്ണയുടെ യൂസ് വരില്ല, ഉള്ളി വേഗം വാടി കിട്ടുകയും കൂടെ ചെയ്യും. ഇപ്പോൾ ഉള്ളിയിലുള്ള വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായി ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി ഒന്ന് ഉള്ളി വാടി കിട്ടണം, അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ ഒന്നുകൂടെ ഉള്ളി വേഗം വാടി കിട്ടും. ഇപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചതാണ്. ഇനി ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ അടി പിടിക്കാതെ നോക്കണേ, കാരണം ഇതൊന്ന് അടിയിലൊന്ന് ഒട്ടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളൊന്ന് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് കൈ ഒന്ന് വിടാതെ ഇളക്കി കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറി കിട്ടുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഇനി നമുക്ക് തക്കാളി ആഡ് ചെയ്യാം. 2 തക്കാളി കട്ട് ചെയ്തെടുത്തതാണ്. ഇനി തക്കാളി ഇതിലൊന്ന് കിടന്ന് വെന്ത് വരണേ, ക്ഷമയോടെ ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് കറിവേപ്പില ഇട്ടൊന്ന് ആഡ് ചെയ്തിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. അപ്പം നമ്മുടെ ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഒരു വിസിലാണ് ചിക്കൻ വേവാൻ വേണ്ടിയിട്ട് വെച്ചത്. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 2 സ്പൂൺ നമുക്ക് മല്ലിപ്പൊടി ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് 2 സ്പൂൺ ചിക്കൻ മസാല ആഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് ഇളക്കാം കേട്ടോ. ഇനി ഒന്ന് നന്നായി ഇളക്കി കൊടുക്കണം, കാരണം അടിയിലൊന്നും പിടിക്കാതെ മസാലയൊന്നും കരിഞ്ഞു പോവാതെ ഒന്ന് നന്നായി ഇളക്കി കൊടുക്കണേ. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിനി മുളക് പൊടി ആഡ് ചെയ്യാം. 2 സ്പൂൺ മുളക് പൊടിയാണ് ആഡ് ചെയ്യുന്നത്. നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുക്കാം. ഞാനിനി ഇതിൽ കുരുമുളകും കൂടെ ആഡ് ചെയ്യുന്നത് കൊണ്ടാണ്. മുളക് പൊടി ഇട്ട് കഴിഞ്ഞാൽ ഫ്ലെയിം കുറച്ച് വെക്കണം, കരിഞ്ഞു പോയാൽ കറിയുടെ രുചി കംപ്ലീറ്റ് ആയിട്ട് പോവും. ഇനി ആവശ്യത്തിന് കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. ഇതിലിപ്പോൾ വെള്ളം ഒന്നും ഒഴിച്ചിട്ടില്ല, നന്നായിട്ട് ഇളക്കി കൊടുക്കണേ. ഇനി ആ വെളിച്ചെണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരും, അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഈ മസാലയിലേക്ക് ചിക്കനിലുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ആ വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് തിളപ്പിക്കാം. ഇപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ആഡ് ചെയ്യാം. 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/4 ടീസ്പൂൺ മുളകും മഞ്ഞളും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഒറ്റ വിസിൽ വരുത്തിയതാണ്.
പിന്നെ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഇനി ഈ ചിക്കനിലേക്ക് ഈ ഗ്രേവിയൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കണം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ ഗ്രേവി ഒന്ന് നന്നായി വറ്റി മസാല നല്ലോണം ചിക്കനിലേക്ക് പിടിക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് ഗരം മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ ചിക്കൻ പെരട്ട് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മല്ലിയില ഇട്ടിട്ട് കുറച്ച് നേരം കൂടി ഒന്ന് അടച്ചു വെക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ പെരട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല ബോൺലെസ് ചിക്കൻ പെരട്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലുള്ള പീസും കൂടെ യൂസ് ചെയ്യാം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.